നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയ പ്രദേശത്താണ്. ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ആശങ്കകളാണ്, ബുദ്ധിമുട്ടുകളാണ് അവർ പങ്കുവയ്ക്കുന്നത്. സാറേ, എൻ്റെ സ്ഥലം ഇവിടെയായിരുന്നു. ഈ മുല്ലൂർ പ്രദേശം പദ്ധതി ഒന്നാം ഘട്ടം പദ്ധതി തുടങ്ങിയ സ്ഥലം. എനിക്ക് ഇവിടെ ഒരു കടൽ തീരം ബീച്ച് റിസോർട്ട് എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ടായിരുന്നു. ഈ ഒന്നാം പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരുകൾ ഈ വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി ഇവിടുത്തെ ആൾക്കാരെല്ലാം ഏകണ്ഠേന സ്വാഗതം ചെയ്തതാണ്. ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതം എന്ന് വെച്ചാൽ ഈ പദ്ധതിക്ക് വേണ്ടി 6 ഗ്രാമം എടുത്തിട്ടുണ്ടായിരുന്നു. വലിയ കടപ്പുറം, കുരിത്തോട്ടം, പള്ളക്കോട്, തുണ്ടം, നന്ദികുളം, തോട്ടം. ഈ 6 ഗ്രാമങ്ങളും ഇപ്പം വളരെയധികം ദുരിതമാണ് ഈ പദ്ധതി കൊണ്ട് അനുഭവിക്കുന്നത്. കാരണം 24 മണി വർക്ക്, 150 ഹൈറ്റിൽ വലിയ ഭീമകരമായ പാറ കൊണ്ട് 20 മണി കൊണ്ടടിച്ച അത് ഭയങ്കര സൗണ്ട്, ശബ്ദ മലിനീകരണം, പൊടി മലിനീകരണം. ഇവിടുത്തെ കുടിവെള്ളം ഇവർ 5 തോടുണ്ടായിരുന്നു, നാച്ചുറൽ ആയിട്ടുള്ള 5 തോടിനെ അശാസ്ത്രീയമായി ഇവർ പൊളിച്ചു മാറ്റി. ഇവിടെ ഇപ്പോൾ കുടിവെള്ളമില്ല, ഡ്രെയിനേജ് സംവിധാനമില്ല, വഴി സൗകര്യമില്ല. ഇതെല്ലാം ഈ പദ്ധതി കൊണ്ട് ഇവർ നശിപ്പിച്ചിട്ടേക്കണേ. 8 റിസോർട്ട് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. 8 റിസോർട്ട്, ഒന്ന് കോക്കനട്ട് ബേ, തപോവൻ, മെഡിക്കാസ്, സീ പാർക്ക്, കടൽ തീരം, ലോട്ടസ്, മെർലിൻ വില്ല, ഇങ്ങനെ 8 സ്ഥാപനം ഈ പദ്ധതിക്ക് വേണ്ടി എടുത്ത്. 8 സ്ഥാപനത്തിലെ സ്റ്റാഫ് 8 സ്ഥാപനം എടുത്തിട്ട് ഒരു തുണ്ട് ഭൂമി പോലും ഇന്ന് ഈ സമയം വരെ ഈ പദ്ധതിക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിട്ടില്ല. ഇതിപ്പോൾ ഒരു സാമൂഹ്യ വിരുദ്ധ സ്വഭാവം പോലെ കിടക്കുകയാണ്. അതിലൊരു 25 വീട് വരുന്ന ഒരു ഗ്രാമത്തിന് 3 സൈഡും എടുത്തിട്ട് ഒരു ഐലൻഡ് പോലെ അതിനെ ഒതുക്കിയിട്ടേക്കുന്നു. ഈ പദ്ധതി വരുമ്പോൾ പദ്ധതി പ്രദേശത്ത് ചേർന്നാണ് CSR ഫണ്ട് ചെലവാക്കണം നിർബന്ധം ഉണ്ടായിരുന്നു. ഇവർ 200 കോടിക്ക് മുകളിൽ CSR ഫണ്ട് ചെലവാക്കി. പക്ഷെ എവിടെയാണെന്ന് വ്യക്തതയില്ല. ഈ പ്രദേശം ഇന്നും ശിലായുഗത്തിൽ, അതായത് 50 വർഷത്തേക്ക് പുറകിലാണ് കിടക്കുന്നത്. പക്ഷെ ടൂറിസം ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ ഇവിടുത്തെ പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റി, നല്ല വീടുകൾ ഉണ്ടാക്കാൻ പറ്റി, സാമ്പത്തികമായിട്ട് മുന്നോക്കം പോയി. 1000 കിടന്ന വസ്തു 10 ലക്ഷത്തിന് മുകളിൽ വില പോയി. അങ്ങനെ നല്ലൊരു ഐശ്വര്യമുള്ള ജീവിതം നടത്തിയ സ്ഥലമാണ്. അടുത്ത മത്സ്യത്തൊഴിലാളികളെ പറ്റിയാണ് പറയണമെങ്കിൽ ഇവിടെ ചിപ്പി, ലോബ്സ്റ്റർ, അതായത് കളറാളെന്ന് പറയും, പിന്നെ സ്നാപ്പർ, ഇങ്ങനെയുള്ള മീനുകൾ, അപൂർവനം മീനുകളാണ് ഇവിടുന്ന് പിടിച്ച് ഈ മത്സ്യത്തൊഴിലാളികൾ ഈ യൂറോപ്യൻ ഹോട്ടലുകൾ വിറ്റ് അവരും നല്ല വലിയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിരുന്നു. പ്രകൃതി, അതായത് നമ്മൾ ടൂറിസം നടത്തുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്കും വിഷയമില്ല, പ്രകൃതിക്കും വിഷയമില്ല, നാട്ടുകാർക്കും വിഷയമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഭംഗിയായിട്ടാണ് നമ്മൾ നടത്തിക്കൊണ്ടുപോയത്. ലോക ഭൂപടത്തിൽ സൗത്ത് കോൾ എന്നറിയപ്പെടുന്നതാണ് ഇവിടെ നമ്മുടെ പനളക്കോട് മുതൽ ട്രാവൻകൂർ, അടിമലത്തറ വരെയുള്ള പ്രദേശം. ലോക ഭൂപടത്തിൽ സൗത്ത് കോൾ 1ാം സ്ഥാനം ഉണ്ടായിരുന്ന പ്രകൃതി രമണീയമായ നാച്ചുറലായിട്ട് കിട്ടിയ സ്ഥലമായിരുന്നു. നീലക്കടലായിരുന്നു. ഒരു പ്രകൃതി ഇന്ന് വരെ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലോ കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷനിലോ ഒരു സ്മഗ്ലിംഗ് കേസ് ഇവിടുത്തെ ആൾക്കാർ എടുത്തിട്ടില്ല. ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊന്നും ഒരു യൂസ്ലെസ് പ്രവൃത്തികളില്ല. എല്ലാവരും നല്ലതിലാണ് ഈ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നത്. ഇന്ന് നിങ്ങൾക്ക് അതിന് ഉദാഹരണമാണ് ഈ പദ്ധതി കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ദുരന്തവും. ഈ പദ്ധതി ഇപ്പൊ തുടങ്ങിയത് 2ാം ഘട്ടം തുടങ്ങിയപ്പോൾ കരിക്കത്തി മുതൽ അടിമലത്തറയുള്ള ഭംഗി നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അവിടുത്തെ ഫിഷർ ഗ്രാമം അവർ നല്ല രീതിയിൽ ഭംഗിയാക്കി എടുത്തിരിക്കുന്നത്. ട്രാവൻകൂർ, സോമതീരം, സൗത്ത്, നോർത്ത്, മണൽ തീരം, നിക്കി നെസ്റ്റ്, ബെത്സൈദ, കരിക്കത്തി ബീച്ച് റിസോർട്ട് നമ്മൾ ഇവിടെ നടത്തിയ അതേ നിലവാരത്തിലാണ് ഇപ്പോൾ അവർ നടത്തുന്നത്. അവിടെ ഇനി 2ാം ഘട്ടവും 3ാം ഘട്ടവും വരുമ്പം അവിടുത്തെ സ്ഥാപനങ്ങളും അവിടെ ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളും അവിടെ ജീവിക്കുന്ന കർഷകരും അവിടെ നടക്കുന്ന ബീച്ച് കച്ചവടക്കാർ, കാശ്മീർ കടക്കാർ, കർണാടകക്കാർ, ബീച്ച് കച്ചവടം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് പാവപ്പെട്ട പെണ്ണുങ്ങളാണ്, ഫ്രൂട്ട്സുകൾ വിൽക്കുന്നതാണ്. ഈ പകല് മത്സ്യത്തൊഴിലാളി പോയി ഉച്ചയ്ക്ക് ശേഷം അവർ ഈ നമ്മളെ കക്ക എന്ന് പറയും, പണ്ടത്തെ കടലിലത്തെ അപൂർവ സാധനം, ഇതൊക്കെ വിറ്റും തുണി വിറ്റുമാണ് ഗസ്റ്റുകളിൽ നിന്ന് നമ്മൾ അധ്വാനം ജീവിച്ചത്. അങ്ങനെ നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്തെടുത്ത് നമ്മളെ വളരെ ബാക്കിലായിട്ടാണ് ഇവരിപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കുടിവെള്ളം കുടിക്കരുതെന്ന് ഹെൽത്തിൽ നിന്ന് റിപ്പോർട്ടുണ്ട്. ക്യാൻസർ വരെ വരാം. അത്ര മാരകമായ വിഷയങ്ങൾ. 24 മണിക്കൂറും പൊടി കൊണ്ട് ത്വക്ക് രോഗങ്ങളായി കഴിഞ്ഞു. ഈ 24 മണിക്കൂർ സൗണ്ട് കൊണ്ട് കൊച്ചു പിള്ളേർക്ക് തന്നെ മെന്റൽ പ്രോബ്ലം വന്ന് തുടങ്ങി. പഠിക്കുന്നതിലൊന്നും ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. ഞെട്ടിയഴിക്കാം. ഇഴജന്തുക്കൾ, പാമ്പുകൾ 10ഉം 20ഉം പ്രാവശ്യം കടിക്കാത്ത ഈ ഒരു 22 വീട്ടിൽ ഒരു വ്യക്തി പോലും ഇല്ല. അത് ഈ പനളക്കോട് എന്ന് പറഞ്ഞ ഗ്രാമം. അപ്പോൾ ഇവർ പൂർണ്ണമായിട്ട് കുരിത്തോട്ടം, പനളക്കോട്, തുണ്ടം, നന്ദികുളം, തോട്ടം 1 രൂപ വരെ ഡിസിൻ്റെ അടുത്തോ ആദാനി അടുത്തോ ചോദിച്ചാൽ CSR ഫണ്ട് ഇവിടെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരെ ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നു. പബ്ലിക്കിൽ അവരൊന്നും ഇവിടെ ഒരു ഹിയറിംഗ് നടത്തട്ടെ. ഞങ്ങൾ ഈ പറയുന്ന റിപ്പോർട്ട് തെറ്റാണെങ്കിൽ അവിടുത്തെ പരസ്യമായിട്ട് മാപ്പ് ചോദിക്കും. പക്ഷെ അവർ ഈ പറഞ്ഞതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഈ പണി ഇവിടെ വെച്ച് ഈ 1ാം ഘട്ടം നിർത്തണം. 2ാം സാറേ, ഇവർക്ക് ഇനി ജനത്തിനെ സഹായിക്കാനാണെങ്കിൽ ഈ 1ാം ഘട്ടം തുടങ്ങിയ ഈ ബ്രേക്ക് വാട്ടർ 2 കിലോമീറ്റർ 100 മീറ്റർ തെക്കോട്ട് എടുത്തിട്ടുണ്ട്. അതിന് അവർ 5 കിലോമീറ്റർ ആക്കട്ടെ.
ഈ ഒന്നാം ഫേസ് B2, രണ്ടാം ഫേസ് B3, മൂന്നാം ഫേസ് ഇങ്ങനെ തെക്കോട്ട് പോയിട്ട് ഇവർക്ക് ആവശ്യമായ സ്ഥലം വടക്കോട്ട് ഇവരെടുക്കട്ടെ. എന്തിനു ഒരു പുതിയ ഗ്രാമം കൂടെ ഇവർ നശിപ്പിക്കണം, പുതിയ സ്ഥലം കൂടെ നശിപ്പിക്കുന്നു? ഇവരിതിനെ വളരെയധികം മിസ്യൂസ് ചെയ്യാണ് നാട്ടുകാരാ. ഇവര് ഇപ്പൊ ഇതിനെ വേറൊരു ഇതിൽ നിങ്ങൾ എടുത്തു പറയേണ്ട കാര്യം, ജാതിസമായിട്ട് ഇവരിപ്പോ ഇവിടെ ആളുകളെ ഭിന്നിപ്പിക്കുകയാണ്. അനാവശ്യം പറയണത്, അനാവശ്യമായിട്ട് ഡിമാൻഡ് ചോദിച്ച് അവരെ 1000 ആൾക്കാരുണ്ടെങ്കിൽ ഈ CSF ഫണ്ട് അവർക്ക് കൊടുക്കുകയാണ്. 47 കോടി കൊടുത്ത സമുദായമുണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട് കൊടുത്തവർക്കുണ്ട്, ഒരു പാർക്ക് ചെയ്ത് കൊടുത്തതുണ്ട്, 8 കോടി കൊടുത്ത ഒരു സമുദായമുണ്ട്, 1.5 കോടി കൊടുത്ത സമുദായം. ഞാൻ ആരെയും പേര് പറയണ്ട, കാര്യം ഞങ്ങളെല്ലാം സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നതാണ്. ഇവരിപ്പോ ഈ ബ്രിട്ടീഷ് നയം ഭിന്നിപ്പിച്ച് ഭരിക്കുക, ആളുകളെ സ്പ്ലിറ്റ് ചെയ്യുക. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെന്നല്ല എല്ലാ ലോകമാധ്യമങ്ങൾ ഇവിടെ വന്ന് ഈ ഒന്നാം ഫേസിൽ അവരെ ഹാർബർ ചെയ്തോടൊപ്പം ഇവിടുത്തെ ജനങ്ങളും കൂടെ സംരക്ഷിച്ചിട്ടുണ്ടോ നോക്കിയിട്ട് വേണം ഇനി വരുന്ന പുതിയ ഗവൺമെന്റുകളും 2ാം ഘട്ടവും 3ാം ഘട്ടവും പണിയേണ്ട പെർമിഷൻ ഇവർക്ക് കൊടുക്കാൻ. ഇനി ലോകത്തിൽ ഇതുണ്ട്, 50 പേരെ കൊന്നിട്ട് ഒരാളെ സഹായിക്കുന്ന പോലെയാണ് ഇവരെ ഇപ്പോഴത്തെ തീരുമാനം. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ സാറേ, ഇപ്പൊ ആദാനി ഒരു വ്യക്തിയാണ് ടാക്സ് ഇവിടെ കൊടുക്കുന്നത്. കടൽ തീരം എന്ന് പറഞ്ഞാൽ എന്റെ സ്ഥാപനം ടാക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു, കോട്ടൺ ബേ ടാക്സ് കൊടുക്കുന്ന സ്ഥാപനമായിരുന്നു, ആയുർവേദ ടാക്സ് കൊടുക്കുന്ന സ്ഥാപനമായിരുന്നു, തപോൺ ടാക്സ് കൊടുക്കുന്ന സ്ഥാപനം, കരിക്കത്തി ടാക്സ് കൊടുത്തോണ്ടിരിക്കുന്നു, ബെറ്റ്സൈഡ ടാക്സ് കൊടുത്തോണ്ടിരിക്കുന്നത്, തൊഴിൽ കൊടുത്തോണ്ടിരിക്കുന്നു. ഇനി പറയുന്ന സ്ഥാപനങ്ങൾ ട്രാവൻകൂർ ടാക്സ് കൊടുത്തോണ്ടിരിക്കുന്നത്, തൊഴിൽ കൊടുത്തോണ്ടിരിക്കുന്നു, നിക്കി നെസ്റ്റ്, സോമതീരം, ഹാർമോണിയ, ഇത് പറയാത്ത കുറെ സ്ഥാപനങ്ങളുണ്ട്. 5000-ൽ പരം തൊഴിലാളികളോട് ജോലി ചെയ്യാണ് ഡയറക്റ്റ് ആയിട്ട്. എന്നിട്ട് ഈ വരുന്ന യൂറോപ്യൻസ് പാവപ്പെട്ട പിള്ളേർക്ക് അവർ പഠിക്കാൻ സ്പോൺസേഡ്, വീടില്ലാത്തതിന് വീടിന്റെ സ്പോൺസേഡ്, ഇങ്ങനെ വളരെ അടിസ്ഥാനമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഇനി ഞാൻ പറയുന്ന തെറ്റെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഇവിടുത്തെ ഫോട്ടോ എടുത്തിട്ട് അതോടൊപ്പം ഈ പറഞ്ഞ കരിക്കത്തി മുതൽ അടിമലത്തറ പോരും. അപ്പോൾ നിങ്ങൾക്ക് ഫിഷർമാൻ ഗ്രാമവും കിട്ടും, ടൂറിസം ഗ്രാമവും കിട്ടും, കൃഷി മേഖലയും കിട്ടും. അതിനേക്കാളും ഭംഗിയായിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലം സൂക്ഷിച്ചുകൊണ്ടിരുന്നത്, ഗവൺമെന്റ് ഒരു ഗ്രാൻറ്റും ഇല്ലാതെ. ഈ പദ്ധതി കൊണ്ട് മറ്റൊരു ദുരന്തം, ഇവർ എടുത്ത സ്ഥലങ്ങളെല്ലാം ഈ കാണുന്ന വേസ്റ്റ്, പാറ വേസ്റ്റ്, അവർ പണിയുന്ന ഇരുമ്പ് വേസ്റ്റുകൾ, അടുത്ത പാറ ആ ഭാഗത്താണ് ഇവർ ഇനി മുതൽ കൊണ്ട് കൂമ്പാരം അടിക്കുന്നത്. 150-200 മീറ്റർ ഹൈറ്റിൽ അടിച്ചിട്ടാണ് അവിടെ ഈ സൗണ്ട് കൊണ്ട് നമുക്ക് പറ്റാത്തത്. ഈ എടുത്ത സ്ഥലം ഒരു സ്ഥലം പോലും ഇവർ ഹാർബറിൻ്റെ ഇതുവരെ ഉപയോഗിച്ചില്ല, വേസ്റ്റേജ് ഇടാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത്. ഈ കാണുന്നതെല്ലാം ജനങ്ങൾ തിങ്ങിപ്പാർത്തതും ടൂറിസം നടത്തിക്കൊണ്ടുവന്ന ഒരു മേഖലയാണ്. CSR ഫണ്ട് എന്ന് വെച്ചാൽ ഫണ്ട് ഈ പറഞ്ഞ 5 ഗ്രാമങ്ങളിൽ 1 രൂപ പോലും ഇവർ ചിലവാക്കിയിട്ടില്ല. ഗവൺമെന്റ് കമ്പനിയായ വിസിലും ആദാനിയും അറിയുന്നതിന് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇവിടെ ഇന്ന് മാതൃഭൂമി ന്യൂസിൽ കണ്ടത് ഇവിടെ വിസിൻ്റെക്ക് സ്ഥലമില്ലെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ സ്ഥലം കൊടുക്കാൻ ആളുകൾ തയ്യാറാണ്. അവർക്ക് അർഹമായ വിലയും പാക്കേജും കൊടുത്താൽ ഇവിടുന്ന് എത്ര ഏക്കറാണെങ്കിലും അവർക്ക് ഈ പദ്ധതി പ്രദേശത്ത് വടക്കോട്ട് തന്നെ എടുക്കാം. ആവശ്യമില്ലാതെയാണ് ഇവർ ഈ പദ്ധതി മുടക്കാൻ വേണ്ടിയാണ് ഇവർ കിഴക്കോട്ട് വലിച്ചുകൊണ്ട് പോണത്. പദ്ധതിക്ക് തെക്കോട്ട് കടലിലോട്ട് പോട്ടെ, സ്ഥലം എടുപ്പ് വടക്കോട്ട് എടുക്കട്ടെ. പക്ഷെ ആളുകൾക്ക് അവസാനം അവരെടുത്ത് നിർത്തിയ വിലയുടെ 3 ഇരട്ടി കൊടുക്കുകയും സുപ്രീം കോടതി വിധി പറയുന്നത് പോലെ 20 വർഷം കഴിഞ്ഞാൽ ഈ സ്ഥലത്തിൽ എത്രയാണോ മാർക്കറ്റ് വില അതിന്റെ ബാക്കി തുക തരാൻ അവർ ആക്കി എടുക്കുകയും ചെയ്യണം. എങ്കിൽ ഇവിടെ സ്ഥലത്തിന് യാതൊരു ദാരിദ്ര്യവും ഇല്ല. ഇത് നോർത്ത് ഇന്ത്യ ഇല്ല, ഫ്രീ ആയിട്ട് സ്ഥലം കൊടുക്കേണ്ട ഇത് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ആളുകൾ കൊടുക്കാൻ തയ്യാറാണ്. പദ്ധതി ഇപ്പോഴും സ്വാഗതം ചെയ്തുകൊണ്ട് അർഹമായ പാക്കേജും പരിഗണനയും കൊടുത്താൽ സ്ഥലവാസികൾ എല്ലാത്തിനും തയ്യാറാണ്. അതുകൊണ്ട് ഈ ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും താഴ്മയായി അപേക്ഷിക്കുന്നു.